ഹായ് എവരി വൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജി. നമ്മളിനി എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ ബ്ലോക്കാണ്. മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് പേരെന്താണ്? ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് 2 ആണ്. ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റേഷ്യോ അനാലിസിസിനെ കുറിച്ച് പഠിക്കാനാണ്. ഇതിൽ തന്നെ തിയറി പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രോബ്ലംസ് ആയിരിക്കും, അതിനുശേഷമായിരിക്കും തിയറീസ് പഠിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിനകത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഈ 6 അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? റേഷ്യോ അനാലിസിസിന്റെ മീനിങ് ഉണ്ട്, ടൈപ്സ് ഓഫ് റേഷ്യോസ്, അത് പ്രോബ്ലംസും ഉണ്ട്, തിയറീസും ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രോബ്ലംസ് ആണ്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഓരോ റേഷ്യോസിന്റെയും തിയറീസ് പഠിക്കുന്നത്. തിയറീസ് എന്ന് പറയുമ്പോൾ മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് റേഷ്യോ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. 4 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്, 5 എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്, 6 എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. അപ്പൊ റേഷ്യോ അനാലിസിസിന്റെ മീനിങ് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ഒബ്ജക്റ്റീവ്സും ഉണ്ട്, ഇമ്പോർട്ടൻസും ഉണ്ട്, ഫങ്ഷൻസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ഇത് കൂടാണ്ട് റേഷ്യോയുടെ ടൈപ്സും പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, തിയറീസ് ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ റേഷ്യോസിന്റെ മീനിങ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം പഠിക്കാൻ വന്നത് റേഷ്യോ അനാലിസിസ് ആണ്. അപ്പൊ റേഷ്യോ അനാലിസിസ് എന്താ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബൈ യൂസിംഗ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സച്ച് ആസ് the balance sheet and income statement. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? It is a process of examining and interpreting financial information by using numerical relationship between various items in the financial statements such as the balance sheet and income statement. അതായത് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡേറ്റാസിനെ എക്സാമിനിങ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുകയും ആൻഡ് ഇന്റർപ്രറ്റിംഗ് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വിവരങ്ങളെ എക്സാമിനിങ് പഠിക്കുകയും ഇന്റർപ്രറ്റിംഗ് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. By using numerical relationship between various items in the financial statements such as the balance sheet and income statement. ഇതില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കാണുന്ന വിവിധ ഇനങ്ങൾ തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്നു. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കാണുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും ആണ്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അപ്പൊ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്താ പറയും? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് എന്തൊക്കെയാ വരുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ബാലൻസ് ഷീറ്റ് ആരെ ഉദ്ദേശിക്കുന്നത്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്ന? ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കാണുന്ന വിവിധ ഇനങ്ങൾ തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്നു. എന്താണ് ന്യൂമറിക്കൽ മീൻസ്? സംഖ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ടു അസസ് എ കമ്പനീസ് പെർഫോമൻസ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി. ഇറ്റ് ഹെൽപ്സ് ടു അസസ് എ കമ്പനീസ് പെർഫോമൻസ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി. ഇതുവഴി ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമത, എന്താണ് ഈ പ്രവർത്തനക്ഷമത എന്ന് പറഞ്ഞാൽ? പെർഫോമൻസ്, പ്രകടനം. അതുമാത്രമല്ല, ഫിനാൻഷ്യൽ ഹെൽത്ത്, സാമ്പത്തിക ആരോഗ്യം, ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമത എന്നിവ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കാണുന്ന വിവിധ ഇനങ്ങൾ തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതുവഴി ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമത, അതായത് പെർഫോമൻസ്,
പിന്നെ ഫിനാൻസ്, ഹെൽത്തുകൾ, എഫിഷ്യൻസി എന്നിവ എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താനായിട്ട് സാധിക്കുന്നു എന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് സെയിൽസുമായി കമ്പയർ ചെയ്യുന്നത് കമ്പനി വിൽപ്പനയിൽ നിന്ന് എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്നത് കാണിക്കുന്നു. ഇത്തരം താരതമ്യങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ, നെറ്റ് പ്രോഫിറ്റ് സെയിൽസുമായി കമ്പയർ ചെയ്യുന്നത് കമ്പനി വിൽപ്പനയിൽ നിന്ന് എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്നത് കാണിക്കുന്നു. ഇത്തരം കമ്പയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഷ്യോസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റേഷ്യോസ് സാധാരണയായിട്ട് പെർസെൻറ്റേജ്, ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ടൈംസ് എന്ന് പറഞ്ഞ എന്താണ്, 2:1, 3 ടൈംസ് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ രൂപങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇത് ഫിനാൻഷ്യൽ ഡേറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവയിൽ നിന്ന് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും എളുപ്പമാകുന്നു. അപ്പൊ റേഷ്യോസുകൾ ഉപയോഗിച്ച് ഒരേ കമ്പനിയുടെ പെർഫോമൻസ് ഡിഫറെന്റ് ഇയേഴ്സിൽ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ വ്യവസായത്തിലെ വിവിധ കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്യാനും കഴിയുന്നു എന്നതാണ്. അതാണ് മൊത്തത്തിലുള്ള ഏകദേശം ഐഡിയ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത പറയാവുന്നത് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ്. അപ്പൊ റേഷ്യോസ് പ്രധാനമായിട്ട് വരുന്നത് 6 ടൈപ്സുകളാണ്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി റേഷ്യോസ്, രണ്ടെന്ന് പറയുന്നത് സോൾവൻസി റേഷ്യോസ്, മൂന്നെന്ന് പറയുന്നത് ആക്ടിവിറ്റി റേഷ്യോസ്, നാലെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, അഞ്ചെന്ന് പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോസ് പ്രധാനമായിട്ടും 4 റേഷ്യോസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോയുടെ വേറെ പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. തേർഡ് വൺ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, അതിന്റെ വേറെ പേരാണ് ക്യാഷ് പൊസിഷൻ റേഷ്യോ. 4 എന്ന് പറയുന്നത് ഇന്റർവൽ മെഷർ റേഷ്യോ, അതിന്റെ വേറെ പേരാണ് ഡിഫെൻസീവ് ഇന്റർവൽ റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോയില് നമ്മൾ ആദ്യം പഠിക്കാൻ വന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ കറണ്ട് അസറ്റ് അല്ല, ഇവിടെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ എന്താ എഴുതുന്നത്, കറണ്ട് റേഷ്യോ ആണ്. അപ്പൊ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് റേഷ്യോയുടെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം ഉണ്ട്, ഇൻഡയറക്റ്റ് പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡയറക്റ്റ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് പ്രോബ്ലം കൂടി പഠിക്കണം. ഈ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മനസ്സിലായല്ലോ, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്നും കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് അസറ്റിന്റെ വേറെ പേരാണ് ഷോർട്ട് ടൈം അസറ്റ്. അപ്പൊ അതിൽ വരുന്ന എന്തൊക്കെയാ നോക്കിയേ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് എ ബാങ്ക്, സൺഡേ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ വേറെ പേരാണ് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി. കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പിന്നെ വേറെ എന്തെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. പിന്നെ ടാക്സുകൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെ കറണ്ട് അസറ്റ് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സൺഡേ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവറുടെ ചേരുമ്പോഴാണ്. അത് പ്രത്യേകം നോട്ട് വെച്ചോണം. അപ്പൊ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് വരുന്ന എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലുള്ള പണം, ക്യാഷ് അറ്റ് ബാങ്ക് ബാങ്കിലുള്ള പണം, സൺഡേ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ബില്ല് കിട്ടാനുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വേറെ പേരാണ് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻവെന്ററി. കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. മറ്റേതെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് പറയുമ്പോൾ എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കൊടുക്കും. പിന്നെ അക്രൂഡ് ഇൻകംസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ, പിന്നെ ടാക്സുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ്. ഇനി കറണ്ട് ലയബിലിറ്റീസിന്റെ വേറെ പേര് എന്താണ്, ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആണ്. അത് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് BOD. പിന്നെ ബിൽസ് പേയബിൾ,
ഇവിടെ ബിൽസ് റിസീവ്ഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ബിൽസ് പേയബിൾ, ബില്ലുകൾ കൊടുക്കാനുണ്ട്. പിന്നെ സൺഡേ ക്രെഡിറ്റേഴ്സ്, ഇവിടെ സൺഡേ ഡെപ്റ്റേഴ്സ് കണ്ടോ, അതേപോലെ തന്നെയാണ് സൺഡേ ക്രെഡിറ്റേഴ്സ്. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇവിടെ കണ്ട് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വേർപ്പ് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ആ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം വരുന്ന പോലെ തന്നെയാണ് ഇവിടെയും എഴുതിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ. പിന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എഴുതിയോ, ഇപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ വേർപ്പ് എന്താണ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് കറണ്ട് ലയബിലിറ്റി ആണ്. പിന്നെ ഷോർട്ട് ടൈം ബോറോവിങ്സ്, പിന്നെ ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. ഷോർട്ട് ടൈം പ്രൊവിഷൻസ് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. അപ്പൊ ഇത്രയാണ് കറണ്ട് ലയബിലിറ്റീസ് വരുന്ന എക്സാമ്പിൾ. ഞാൻ ഈ എക്സാമ്പിൾ പറയാനുള്ള കാരണം എന്ന് അറിയാമോ, നമുക്ക് കറണ്ട് റേഷ്യോ ഇൻഡയറക്റ്റിലാണ് പ്രോബ്ലം ചോദിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലായാലോ. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞത്, റേഷ്യോസ് പലതരത്തിലുണ്ട്, 5 ടൈപ്പാണ്. 1 ലിക്വിഡിറ്റി റേഷ്യോ, 2 സോൾവൻസി റേഷ്യോ, 3 ആക്ടിവിറ്റി റേഷ്യോ, 4 പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, 5 മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോസ് തന്നെ വീണ്ടും 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് റേഷ്യോസ്, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, ഇന്റർവൽ മെഷർ റേഷ്യോ. അത് നമ്മുടെ ആദ്യം പറയാവുന്നത് കറണ്ട് റേഷ്യോസ് ആണ്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പൊ കറണ്ട് അസറ്റ് വരുന്ന എക്സാമ്പിളും കറണ്ട് ലയബിലിറ്റി വരുന്ന എക്സാമ്പിൾ ആണ് ഞാൻ എന്ത് ചെയ്തത് ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോ കൂടെ പറഞ്ഞു തരാം.